നമസ്കാരം കുട്ടികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഫേദ് ഗുഡിലെ ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അവൻ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഈശ്വരനിൽ നിഷ്ഠാവാനായിട്ടുള്ള ഭക്തിയുള്ള കുട്ടിയായിരുന്നു. വൈകുന്നേരങ്ങളിൽ സന്ധ്യാകീർത്തനങ്ങൾ കൃത്യമായി ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. വളരെ കുഞ്ഞുനാൾ മുതൽ സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ മന്ത്രങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കിയിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. അടുത്ത ഖണ്ഡിക നോക്കൂ. വേ ഏക് ചോട്ടേ സേ കസ്ബേ മേ രഹ്തേ ഥേ. ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മയും ഒരു ചെറിയ കസ്ബ എന്ന് പറഞ്ഞാൽ പട്ടണമെന്നാണ്. പക്ഷെ ഇവിടെ നമുക്കറിയാം താമസിക്കുന്ന പ്രദേശം അങ്ങനെ കണക്കാക്കിയാൽ മതി. അതൊരു ചെറിയ പ്രദേശത്തിലാണ് ഇവർ താമസിച്ചിരുന്നത്. മാ ഏക്ക് സ്കൂൾ മേ അധ്യാപികാധി. അമ്മ ഒരു സ്കൂളിലെ അധ്യാപികയായിരുന്നു. ബച്പൻ സേ ഹി വോ ഐസി കഹാനിയാം മാ കെ മൂസെ സുൻതാത. ഈ കുട്ടി, നമ്മുടെ കഥാനായകൻ, ബച്പൻ സേഹി കുട്ടിക്കാലം മുതൽ തന്നെ ഏസി കഹാനിയ ഇങ്ങനെയുള്ള കഥകളാണ് മാങ്കെ മൂസെ സുൻതാത അമ്മയുടെ വായിൽ നിന്ന് കേട്ടിരുന്നത്. എങ്ങനെയുള്ള കഥകൾ? ജിന്മേ എ ബതായ ജാത്താഥ. ആ കഥകളിൽ ഇങ്ങനെ പറയപ്പെട്ടിരുന്നു. ബതായ ജാത്താഥ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരുന്നു. എന്താ? കി ഈശ്വർ അപ്പനെ ഭക്തോങ്ക കിത്തന ഖ്യാൽ രക്താ ഹേ. ഈശ്വരൻ തൻ്റെ ഭക്തരെക്കുറിച്ച് എത്രയധികം ശ്രദ്ധാലുവാണ് എന്ന് ആ കഥകളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈശ്വരന് ഭക്തരെക്കുറിച്ചിട്ടുള്ള ശ്രദ്ധയെക്കുറിച്ചിട്ടുള്ള കഥകളാണ് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. ഓർ ഹർ ബാർ ഏസി കഹാനി സുൻകർ. ഹർ ബാർ എന്ന് പറഞ്ഞാൽ ഓരോ തവണയും. ഏസി കഹാനി സുൻകർ ഇത്തരത്തിലുള്ള കഥകൾ കേട്ടിട്ട് ഓ ഈശ്വർ കാ സച്ചാ ഭക്ത് ബന്നെ കി ഇച്ഛാസെ ഭർ ജാത്ത. അവൻ ഈശ്വരൻ്റെ സച്ചാ ഭക്ത്, യഥാർത്ഥ ഭക്തൻ, ബന്നെ കി ഇച്ഛ ആകാനുള്ള അവൻ്റെ ആഗ്രഹം കൊണ്ട് ഭർ ജാഥാത അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഇത്തരം കഥ കേൾക്കുമ്പോൾ കുട്ടിക്ക് ഈശ്വരഭക്തി കൂടിക്കൂടി വന്ന് അവൻ നല്ലൊരു ഈശ്വരഭക്തനായി മാറണമെന്ന് ആഗ്രഹിച്ചു. ദൂസരേ ഭി ഉസ്കെ പീഠ് ഠോങ് തേ. മറ്റുള്ളവർ അവൻ്റെ പീഠ് ഠോങ്കന എന്ന് പറഞ്ഞാൽ പുറത്തു തട്ടുക, അവനെ പ്രശംസിക്കുക. ഓർ കഴുത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. എന്താ? ബഡാ ഷരീഫ് ലഡ്കാ ഹെ. വളരെ കുലീനനായിട്ടുള്ള കുട്ടിയാണ്. ഷരീഫ് എന്ന് പറഞ്ഞാൽ കുലീനനായിട്ടുള്ള എന്ന് വെച്ചാൽ നല്ല കുട്ടിയാണ് അവൻ, നല്ല സ്വഭാവമാണ്. ഈശ്വർ ഇസ്കി മദത് കരേക. ഈശ്വരൻ ഇവനെ മദത് കരേക, സഹായിക്കും. ഇങ്ങനെ മറ്റുള്ളവരും അവനോട് പറഞ്ഞിരുന്നു. ഓ ഫി മാൻത. അവനും അത് അംഗീകരിച്ചിരുന്നു. എന്ത്? കി ഈശ്വർ ഉസ്കി മദത് കരേക. ഈശ്വരൻ അവനെ സഹായിക്കുമെന്ന് അവനും കരുതിയിരുന്നു. ലേക്കിൻ കഭി ഇസ്ക കോയി സബൂത്ത് ഉസേ നഹി മില. പക്ഷേ ഈശ്വരനുണ്ട് എന്നുള്ളതിനൊരു സബൂത്ത്, തെളിവ്, കോയി സബൂത്ത്, യാതൊരു തെളിവും ഉസേ നഹി മിലാത അവന് ലഭിച്ചിരുന്നില്ല. എല്ലാവരും പറയുന്നു ഈശ്വരനുണ്ട്, ഈശ്വരൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിനൊരു തെളിവൊന്നും കിട്ടിയിരുന്നില്ല. ഉസ് ദിൻ ജബ് വോ സഫേദ് ഗുഡ് ഖാനെ കെ ലിയെ ബേചൈൻ ഥ. ആ ദിവസം, ഏത് ദിവസം? സഫേദ് ഗുഡ് ഖാനെ കെ ലിയെ ബേചൈൻ ഥ. ഈ വെളുത്ത ശർക്കര തിന്നുവാൻ വേണ്ടിയിട്ട് ബേചൈൻ ഥ, വ്യാകുലനായിരുന്ന ആ ദിവസം. ഉസെ ഈശ്വര യാദായ. അവന് ഈശ്വരനെ ഓർമ്മ വന്നു. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹം, എങ്ങനെയെങ്കിലും ഈ വെളുത്ത ശർക്കര കഴിക്കണമെന്ന്. അങ്ങനെ തോന്നിയ, അങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ആ ദിവസം അവന് ഈശ്വരനെ ഓർമ്മ വന്നു. उसने खुद को धिक्कारा. उसे माँ से पैसे मांगकर माँ को दुखी नहीं करना चाहिए. അവൻ സ്വയം അവനോടൊരു വെറുപ്പ് തോന്നി. കാരണം എന്താ? ഇത്രയും കാലം അവൻ അമ്മയെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയായിരുന്നു ഇത് വാങ്ങാനായിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. ഉസേ മാസെ പൈസ മാക്കർ. അമ്മയോട് പൈസ ആവശ്യപ്പെട്ടിട്ട് മാക്കോ ദുഃഖി നഹി കർണ ചാഹിയത. അമ്മയെ വിഷമവൃത്തത്തിലാക്കേണ്ട, ദുഃഖിപ്പിക്കേണ്ട എന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇനി എന്തായാലും വെളുത്ത ശർക്കര മേടിക്കണം എന്ന് തോന്നുമ്പോൾ അമ്മയെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നവൻ തീരുമാനിച്ചു. ഈശ്വർ കിസ് ദിൻ കെ ലിയെ ഹേ. ഈശ്വരൻ പിന്നെ എന്തിനുള്ളതാണ്?
എന്നെ സഹായിക്കാനുള്ളതല്ലേ എന്നൊക്കെ കുട്ടി വിചാരിച്ചു. ഇനി ഞാൻ അമ്മയെ ഒരിക്കലും ആ കാര്യത്തിൽ വിഷമിപ്പിക്കില്ല, ഈശ്വരൻ എന്നെ സഹായിക്കട്ടെ. ഈശ്വർ കാ ഖ്യാൽ ആത്തെ ഹി വോ ഖുഷ് ഹോ ഗയ. ഈശ്വരനെ കുറിച്ചിട്ടുള്ള ഓർമ്മ, ഖ്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ, അത് ആ ശ്രദ്ധ എന്നൊക്കെ പറയും, അത് വന്നപ്പോൾ തന്നെ വോ ഖുഷ് ഹോ ഗയ, അവന് വളരെയധികം സന്തോഷമായി. കാരണം മറ്റുള്ളവർ പറഞ്ഞു കേട്ടതൊക്കെ തനിക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം വന്നു എന്ന് അവന് തോന്നി. ഉസ്കെ അന്തർ ഏക് വിചിത്ര സാ ഉത്സാഹ് ആ ഗയ. ഒരു പ്രത്യേക തരത്തിലുള്ള ഉത്സാഹം അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിയാടാൻ തുടങ്ങി. ക്യോങ്കി വോ ജാൻതാത, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്സാഹം വന്നത്? വോ ജാൻതാത, അവനറിയാമായിരുന്നു എന്താ, कि ईश्वर सबसे अधिक ताकतवर है, എല്ലാറ്റിലും വെച്ച് താക്കത്വർ എന്ന് പറഞ്ഞാൽ ശക്തിശാലി, ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിശാലി ഈശ്വരനാണ് എന്ന് അവനറിയാമായിരുന്നു. വോ സബ് ജഗഹ് ഹെ, ഈശ്വരൻ എല്ലാ സ്ഥലത്തുമുണ്ട്. और सब कुछ कर सकता है, എന്തും ചെയ്യാൻ സാധിക്കും ഈശ്വരൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ സാധിക്കും. ऐसा कुछ भी नहीं जो वो न कर सके, ऐसा कुछ भी नहीं, അങ്ങനെയുള്ള യാതൊന്നുമില്ല. എങ്ങനെയുള്ളത്? वो न कर सके, അവന് ചെയ്യാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. ആർക്ക്? ഈശ്വരന്. എന്ന് പറഞ്ഞാൽ ഈശ്വരനെല്ലാം ചെയ്യാൻ കഴിയും. तो क्या वो थोड़ा सा गुड नहीं दिला सकता? അപ്പോൾ എന്താ ഈ ഈശ്വരന് थोड़ा सा गुड, ഇവിടെ വോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈശ്വരനെ കുറിച്ചിട്ടാണ്. थोड़ा सा गुड नहीं दिला सकता, കുറച്ച് അല്പം ശർക്കര എനിക്ക് തരാൻ കഴിയില്ല ഈശ്വരന്? എല്ലാം ചെയ്യാൻ സാധിക്കുന്ന സർവശക്തനായിട്ടുള്ള ഈശ്വരന് എനിക്കല്പം ശർക്കര തരാൻ സാധിക്കില്ലേ? അവൻ സ്വയം ചോദിക്കുകയാണ്. ഉസേ ജോ कि बचपन से ही उसे पूजा कर आ रहा है, पूजा करता आ रहा है. അപ്പോൾ എന്താണ് കുട്ടി ഇങ്ങനെ ചിന്തിക്കാൻ കാര്യം? ബച്പൻ സെ ഹി ഉസാ പൂജ കർത്ത ആ റഹാ ഹെ, കുട്ടിക്കാലം മുതൽ തന്നെ അവനെ പൂജ ചെയ്തു വരികയാണ്. ആരെ പൂജ ചെയ്തു വരികയാണ്? ഈശ്വരനെ. ഓർ ജിസ്നെ കഭി കോയി ബുറാക്കാം നഹി കിയ, യാതൊരു തരത്തിലുള്ള ബുരാക്കാം, ചീത്ത പ്രവൃത്തിയും നഹി കിയ, ചെയ്തിട്ടില്ല. ആര്? കുട്ടി. അപ്പോൾ യാതൊരു തരത്തിലുള്ള ചീത്ത പ്രവൃത്തിയും ചെയ്യാത്ത താൻ കുട്ടിക്കാലം മുതൽ തന്നെ ഈശ്വരനെ പൂജിച്ചു വരുന്നു. അങ്ങനെയുള്ള എനിക്ക് അല്പം ശർക്കര തരില്ലേ ഈശ്വരൻ എന്ന് കുട്ടി ചിന്തിച്ചു. കഭി ചോരി നഹിക്ക്, ഒരിക്കലും ഞാൻ മോഷണം നടത്തിയിട്ടില്ല. ചോരി എന്ന് പറഞ്ഞാൽ മോഷണം. കിസിക്കോ സതായ നഹി, ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. സതാന എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക. ഉസ്നെ സോച്ച, അവൻ കരുതി, ചിന്തിച്ചു. എന്താ? ഓർ ഇസ് ഭാവ് സെ ഭർ ഉഡാ, ഇതൊക്കെ ചിന്തിച്ചിട്ട് അവൻ്റെ മനസ്സിലെ ഈ ഭാവം ഇങ്ങനെ ഉയർന്നു വന്നു. ഈശ്വർ ജറൂർ ഉസേ ഗുഡ്ദേഗ, ഈശ്വരൻ തീർച്ചയായിട്ടും അവന് ശർക്കര കൊടുക്കും എന്ന് അവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത, കുട്ടിക്കാലം മുതൽ തന്നെ നല്ല കാര്യങ്ങൾ, സത്പ്രവൃത്തികൾ ചെയ്തു വന്നിരുന്ന, ഈശ്വരനെ പൂജിച്ചിരുന്ന തനിക്ക് ഈശ്വരൻ എന്തായാലും തരും. തനിക്ക് എന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കുക? അങ്ങനെ അവൻ വിചാരിച്ചു വച്ചിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഊ തേജി സെ ഉഡ, അവൻ വേഗം തന്നെ എഴുന്നേറ്റു. വളരെ പെട്ടെന്ന് അവൻ എഴുന്നേറ്റു. തേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിലെന്നാണ് ഇവിടുത്തെ അർത്ഥം. ഓർ ഘർ കെ അക്കേലെ കോനേമേ പൂജ കർണേ ബൈഠ് ഗയ, വീടിൻ്റെ അക്കേലെ കോന, ഒറ്റപ്പെട്ട ഒരു കോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല, മുക്ക്, കോർണർ എന്നൊക്കെ ഉണ്ട്. അവിടെ പൂജ കർണേ ബൈഠ് ഗയ, ഈശ്വരനെ പൂജിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക്. തഭി മാനെ ആവാസ് ദി, അപ്പോൾ അമ്മ ഉറക്കെ വിളിച്ചു. ആവാസ് ദി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീനിങ് വിളിച്ചു. എന്താ? ബേട്ടാ പൂജ സെ ഉടനെ കെ ബാദ് ബാസാർ സെ നമക് ലേ ആന, മോനെ പൂജ ഒക്കെ കഴിഞ്ഞ് നീ എഴുന്നേൽക്കുമ്പോൾ ബാസാർ സെ, ചന്തയിൽ നിന്ന് നമക് ലേ ആന, നമക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പ് മേടിച്ചുകൊണ്ട് വരണം. ഉസേ ലഗ, അവന് തോന്നി. എന്താ തോന്നിയേ? ജയ്സെ ഈശ്വരനെ ഉസ്കി പുക്കാർ സുൻലി ഹെ, ഈശ്വരൻ അവൻ്റെ പുക്കാർ, വിളി, സുൻലി ഹെ, കേട്ടു, ഈശ്വരൻ അവൻ്റെ വിളി കേട്ടു എന്ന് അവന് തോന്നി. വർണ്ണ, അല്ല എങ്കിൽ, ഈശ്വരൻ അവൻ്റെ വിളി കേട്ടില്ലായിരുന്നുവെങ്കിൽ, പൂജാ പർ ബൈഠ്തേ ഹി, ഈ പൂജയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ, മാ ഉസേ ബാസാർ ജാനെ കോ ക്യോं कहती, അമ്മ അവനോട് ബാസാർ ജാന, ചന്തയിൽ പോകാനായിട്ട് എന്തിനു പറയണം? അപ്പോൾ താൻ മനസ്സിൽ വിചാരിച്ചിരുന്നാണ് ഇത് മേടിക്കണമെന്ന്. അപ്പോൾ തന്നെ പൂജയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് അമ്മയുടെ വിളിയും വന്നു, ചന്തയിൽ പോകണമെന്ന്. ഉസ്നെ ധ്യാൻ ലഗാക്കർ പൂജാക്കി, വളരെ മനസ്സർപ്പിച്ച്,
വളരെ ശ്രദ്ധയോടെ, ധ്യാൻ ലഗാക്കർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ പൂജ ചെയ്തു. ഫിർ പൈസെ ഔർ ചോല ലേക്കർ, പിന്നെ പൈസയും ചോല എന്ന് പറഞ്ഞാൽ ബാഗ്, സഞ്ചി, അതും എടുത്തിട്ട് ബാസാർ കി ഓർ ചൽ ദിയ, ചന്തയിലേക്ക് അവൻ നടന്നു. ഘർ സെ നിക്കൽത്തെ ഹി ഉസെ ഖേത് പാർ കർനെ പഡ്തേ തെ, വീട്ടിൽ നിന്ന് നിക്കൽന എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അവൻ എന്ത് വേണ്ടി വന്നു? ഖേത് പാർ കർനെ പഡ്തേ തെ, ഒരു വയൽ കടന്നു പോകണമായിരുന്നു. അപ്പോൾ വയൽ കടന്നിട്ട് വേണം പോവാൻ. ഫിർ ഗാവ് കി ഗലി, പിന്നീട് ഗ്രാമത്തിൻ്റെ തെരുവ്. ആ തെരുവ് എങ്ങനെയാണ്? ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്. അതെങ്ങനെയാണ്? ജോ ഈൻടോങ്കി ബനി ഹുയി ഹി, ഈണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടിക പാകിയിട്ടുള്ള പാതയായിരുന്നു. ഫിർ ബാസാർ കി സടക്കാത്തി ഹെ, പിന്നെയാണ് ബാസാറിലേക്കുള്ള, ചന്തയിലേക്കുള്ള വഴി വരുന്നത്. സടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്. ഉസ് സമയം ഷാം ഹോ ഗയി, അപ്പോഴത്തേക്കും ഷാം, സന്ധ്യയായിരുന്നു, വൈകുന്നേരമായിരുന്നു. സൂരജ് ഡൂബ് റഹാത, സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഡൂബ്ന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീനിങ് അസ്തമിക്കുക. ഓ ഖേത്തോമേൻ ചലാ ജാ റഹാത, അവൻ വയലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആംഖേം ആധി ബന്ദ് കിയെ, കണ്ണുകളൊക്കെ പകുതി അടച്ചിട്ട്. ആധി ബന്ദ് കിയെ എന്ന് പകുതി അടച്ചു, മുഴുവൻ തുറന്നിട്ടില്ല. എന്താണ് തുറക്കാത്ത കാരണം? ഈശ്വർ പർ ധ്യാൻ ലഗായി, അവൻ ഈശ്വരനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട്, ഈശ്വരനിൽ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു സന്ധ്യാക്കെ മന്ത്രം കോ ബാർ ബാർ ദോഹരാത്തെ ഹുയെ, സന്ധ്യാമന്ത്രങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട്. ബാർ ബാർ ദോഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ചുരുവിടുക. ഉസെ യാദ് നഹി, അവന് ഓർമ്മയില്ല. ഉസ്നെ കിത്തനീ ദേർ മേ ഖേത് പാർ കിയെ, എത്ര സമയം കൊണ്ടാണ് അവൻ ആ വയൽ കടന്നത് എന്ന് അവന് ഓർമ്മയില്ല. അവൻ്റെ ശ്രദ്ധ മൊത്തം ഈശ്വരനെ ഭജിക്കുന്നതിലായിരുന്നു. ലേക്കിൻ ജബ് വോ ഗാവ് കി ഈണ്ട് കി ഗലിമേ ആയ, പക്ഷെ അവൻ ആ ഗ്രാമത്തിലെ ഈൻടോങ്കി ഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടിക പാകിയ ആ തെരുവിലേക്ക് എത്തിയപ്പോൾ തബ് സൂരജ് ഡൂബ് ചുക്കാത, അപ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. ഓർ അന്ധേര ചാനെ ലഗ, അന്ധേര ചാന എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് പരക്കുക. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുട്ട് പരന്ന് തുടങ്ങിയിരുന്നു. ലോഗ് അപ്നെ അപ്നെ ഘറോ മേ ദേ, ആളുകൾ അവരവരുടെ വീടുകളിലായിരുന്നു. ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് എത്തും. അങ്ങനെ അവരവരുടെ വീട്ടിലായിരുന്നു. ധുവാ ഉഡ് രഹാ ഥാ, പുക ഇങ്ങനെ മേൽപോട്ട് ഉയർന്നുകൊണ്ടേയിരുന്നു. ചൗപ്പായെ ഖാമോഷ് പടേതെ, കന്നുകാലികൾ, ചൗപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലികൾ. ഖാമോഷ് പടേതെ, അങ്ങനെ മൗനം പാലിച്ചിരുന്നു, നിശബ്ദമായിരുന്നു. അവർ ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. നീം സർദി കെ ദിൻ ഥേ, നല്ല നീം സർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം കൊച്ചുന്ന തണുപ്പ്, ആ തണുപ്പിൻ്റെ കാലമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വീട്ടിൽ കയറി ആ തണുപ്പിൻ്റെ ആ പുകയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കയറിയിരുന്ന സന്ധ്യാസമയമായിരുന്നു.